ഞാനിന്നിവിടെ ഉദ്ദേശിക്കുന്നത് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിന് ലോവർ ഡിഡക്ഷൻ ഓഫ് ടാക്സ്, അതായത് ടാക്സ് റേറ്റ് കുറച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അതിനെ പറ്റിയിട്ടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിന് എല്ലാവർക്കും അറിയായിരിക്കും 182 ദിവസത്തിൻ്റെ താമസം, 60 ദിവസം, 365 ദിവസം, അങ്ങനെ ഇന്ത്യക്ക് പുറത്ത് പോയി ജോലി ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ അതൊക്കെ മുമ്പേ ഡിസ്ക്രൈബ് ചെയ്താണ് അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ഇന്ത്യയിലൊരു പ്രോപ്പർട്ടി വിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീൻ്റെ സെയിൽ വാല്യൂ അവർക്ക് പുറത്തേക്ക് കൊണ്ടുപോകണം. പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പഴയ സെക്ഷൻ 195 ഓഫ് ദി ഇൻകം ടാക്സ് അനുസരിച്ച്, അല്ലെങ്കിൽ പുതിയ സെക്ഷൻ 390 സെക്ഷൻ ആ സീരീസിൽ വരുന്ന സെക്ഷൻസ് അനുസരിച്ചിട്ട് നമുക്ക് 20%, 30% നമുക്ക് ടാക്സ് കട്ട് ചെയ്തിട്ട് മാത്രമേ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതായത് ഇന്ത്യക്ക് പുറത്ത് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ 15CB എന്നൊക്കെ പറഞ്ഞൊരു ഫോം ഫില്ല് ചെയ്ത് നമ്മൾ ബാങ്കിൽ കൊടുക്കണം. ബാങ്കുകാർ അത് ടാക്സ് കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇന്ത്യക്ക് പുറത്തുള്ള ഏത് രാജ്യത്തേക്കായാലും നമുക്കത് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് അതെങ്ങനെ കുറഞ്ഞ റേറ്റിൽ, അതായത് ഇപ്പോൾ നമ്മൾ 30% എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അതൊരു വലിയൊരു ഭാരമായിട്ട് വരും. കാരണം ഒന്നും ചിലപ്പോൾ അതിന് ഒരു 30% നമുക്ക് പോകാണല്ലോ, ബാക്കി 1% മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതങ്ങനെ കുറച്ചിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ ചിന്തിക്കുന്നത്. നമുക്കതിന് ഈ ഫോം നമ്പർ 128 പുതിയ ആക്ട് അനുസരിച്ച് 2025 ആക്ട് അനുസരിച്ച് ഫോം നമ്പർ 128 ആണ് നമ്മളിത് ഫയൽ ചെയ്യേണ്ടത്. ഫോം നമ്പർ 128 പഴയ സെക്ഷൻ അനുസരിച്ച് ഫോം നമ്പർ 13 ആയിരുന്നു ഫയൽ ചെയ്യേണ്ടത്. ഫോം നമ്പർ 128 നമ്മൾ ഓൺലൈനിലാണ് ഫയൽ ചെയ്യേണ്ടത്. ഇത് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 30% എന്നുള്ളത് റേറ്റ് നമുക്ക് കുറച്ചിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇൻകം ടാക്സ് ഓഫീസർ പറയുന്ന റേറ്റോ അല്ലെങ്കിൽ നമ്മൾക്കൊരു കുറഞ്ഞ റേറ്റിലായിട്ടോ അയാളൊരു ഓർഡർ ഇട്ട് തരും. ആ ഓർഡർ വെച്ചിട്ട് നമുക്ക് അത് മാത്രം കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ഓർഡർ നമുക്ക് തരുന്നത് പർച്ചേസർക്കായിരിക്കും കൊടുക്കുക. അതായത് പർച്ചേസറാണല്ലോ കട്ട് ചെയ്തിട്ട് നമുക്ക് തരുന്നത്, അയാളാണല്ലോ പൈസ നമുക്ക് തരുന്നത്. ഞാൻ സ്ഥലം വാങ്ങുന്നു, ഇപ്പോൾ നിങ്ങളൊരു NRI ആണെങ്കിൽ ഞാനാണ് നിങ്ങൾക്ക് പൈസ തരുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാനത് ടാക്സ് അടക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, TDS കട്ട് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കായിരിക്കും ആ ഓർഡർ തരിക. ഈ ഓർഡർ ഒരു കൊല്ലത്തേക്ക്, അതായത് നമ്മളിപ്പോൾ ഏത് സമയത്താണോ ചെയ്യുന്നത് അതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് വരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതായത് ഓരോ കൊല്ലവും സെപ്പറേറ്റ് ആണ് വരുന്നത്. അത് ഒരു സ്പെസിഫിക് ട്രാൻസാക്ഷൻ ആയിരിക്കും ഇത് വരിക, ഒരു കൊല്ലത്തേക്കുമായിരിക്കും ഇത് വരിക. ഇത് ഫോം നമ്പർ 128 ഫയൽ ചെയ്യണം. ഇത് ഓൺലൈനായിട്ടാണ് ഫയൽ ചെയ്യേണ്ടത്. നമുക്കിത് ഫയൽ ചെയ്യുന്ന സെക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർനാഷണൽ ടാക്സേഷൻ്റെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു വിങ് ഉണ്ട്. അത് ഇപ്പോൾ കേരളത്തിലൊക്കെ വരുന്നത് ബാംഗ്ലൂർ ജൂറിസ്ഡിക്ഷനാണ് വരുന്നത്, ഇൻ്റർനാഷണൽ ടാക്സേഷൻ. അവിടെയാണ് ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. പക്ഷേ ഇത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കുക, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇതൊരു പ്രൊഫഷണൽ തന്നെ ഏൽപ്പിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഗുണകരം. നമ്മളുടെ ആദ്യം തന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടേതായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വെക്കുക. അതായത് ഈ പ്രോപ്പർട്ടി സെയിലിനെ സംബന്ധിച്ചുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും, എല്ലാ വൗച്ചേഴ്സും, എല്ലാ ബിൽസും നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുക. പിന്നെ ആ ഇയർ കഴിഞ്ഞാൽ, അത് ഏത് കൊല്ലമാണോ ചെയ്യുന്നത് അതിൻ്റെ അപ്പുറത്തെ ആ മാർച്ച് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുക. ആ റിട്ടേൺ നമുക്ക് ഫയൽ ചെയ്യാൻ ശ്രമിക്കുക. റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമൽ ടാക്സ് തന്നെ പേ ചെയ്യേണ്ടി വരും, 12% തന്നെ പേ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് എത്രയാണ് ടാക്സ് ലയബിലിറ്റി പേ ചെയ്യേണ്ടി വരും. പക്ഷെ നമുക്ക് പുറത്തേക്ക് അയക്കുന്ന റേറ്റാണ് നമുക്കിത് കുറഞ്ഞു വരുന്നത് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ റിട്ടേൺസ് ഫയൽ ചെയ്യുക, എല്ലാ ഡോക്യുമെൻറ്റ്സും ഫയൽ ചെയ്യുക. ഇനി എന്തൊക്കെ വൗച്ചേഴ്സ് ഉണ്ടോ ചെയ്യുക, അതിൻ്റെ ട്രാൻസാക്ഷൻ, അതിൻ്റെ OCI കാർഡ്, പാൻ കാർഡ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. ഇനി നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ശ്രദ്ധിച്ച് വെക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ അടിയാധാരം കൃത്യമായിട്ട് നമ്മളിത് ഫയൽ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അടിയാധാരം, അതായത് നമ്മൾ പ്രോപ്പർട്ടിക്ക് ഒരു അടിയാധാരം ഉണ്ടാവും, ആ വില്ലോ അടിയാധാരോ അതെന്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഓൺലൈൻ ഫയൽ ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് വെക്കുക. നമ്മൾ പാൻ കാർഡിൻ്റെ കോപ്പി വെക്കുക. ഇനി നമുക്ക് പാസ്പോർട്ടിൻ്റെ 5 കൊല്ലത്തെ പാസ്പോർട്ട് വെക്കണം. കാരണം നമ്മളൊരു NRI ആണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് 5 കൊല്ലത്തെ പാസ്പോർട്ടിൻ്റെ കോപ്പി നമ്മൾ വെക്കേണ്ടി വരും. കൂടാണ്ട് നമ്മൾ 3 കൊല്ലത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിൻ്റെ ഡോക്യുമെൻറ്റ്സും നമ്മൾ അതിൻ്റെ അകത്ത് വെക്കണം. അതായത് ITR കോപ്പികൾ വെക്കുക. പിന്നെ നമ്മൾ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ അതിൻ്റെ അകത്ത് വെക്കേണ്ടി വരും. അതായത് ഇപ്പോൾ നമ്മളിപ്പം എത്രയാണോ നമുക്ക് ഈ പ്രോപ്പർട്ടി സെയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സെയിലും കിട്ടുന്ന വാല്യൂ, അതിൻ്റെ അകത്ത് എത്ര എക്സ്പെൻസസ് നമുക്ക് ഉണ്ടാവും, ഇത്രയും കാര്യങ്ങളായിട്ടൊരു എസ്റ്റിമേറ്റ് അത് നമ്മൾ വെക്കുക. എസ്റ്റിമേറ്റ് മറ്റേതുമായിട്ട് ഇപ്പോൾ ടാലി ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബട്ട് എസ്റ്റിമേറ്റഡ് ആ ഒരു ഡോക്യുമെൻറ്റ് നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതതിൻ്റെ കൂടെ നമ്മൾ വെക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഈ ക്യാപിറ്റൽ ഗെയിൻ എറൈവ് ചെയ്തതിൻ്റെ ഒരു കമ്പ്യൂട്ടേഷൻ, അതായത് ഇപ്പം ഞങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഷയിൽ അത് എങ്ങനെയാണോ എറൈവ് ചെയ്തത്, അതായത് സെയിൽ വാല്യൂ മൈനസ് അതിൻ്റെ ട്രാൻസ്ഫർ കോസ്റ്റ്, അക്വിസിഷൻ കോസ്റ്റ്, അങ്ങനത്തെ കോസ്റ്റുകളൊക്കെ എറൈവ് ചെയ്യുന്ന നമ്മൾ ഒരു കമ്പ്യൂട്ടേഷൻ ഷീറ്റ് നമ്മൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കേണ്ടി വരും. പിന്നെ നമ്മളിപ്പം ഈ പ്രോപ്പർട്ടി നമ്മളിപ്പം ഒരാൾ പുറത്ത് എബ്രോഡ് നിന്നിട്ടാണ് ചെയ്യുന്നത്, അയാൾ ഇവിടെ ഒരാളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുകയാണെങ്കിൽ അയാൾ നമ്മുടെ പവർ ഓഫ് അറ്റോർണി കഴിഞ്ഞ് മാറും.
അപ്പോൾ നമ്മൾ പവർ ഓഫ് അറ്റോർണി അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പവർ ഓഫ് അറ്റോർണിനെയാണ് നമ്മളെല്ലാം ഏൽപ്പിച്ചിട്ട് പോകുന്നതെങ്കിൽ, നമ്മൾ ആ പവർ ഓഫ് അറ്റോർണിയുടെ ഡോക്യുമെൻറ്റ് നോട്ടറൈസ് ചെയ്തിരിക്കണം. അതായത് നോട്ടറൈസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ആ എംബസിയിൽ അത് വെറ്റ് ചെയ്ത് വരണം. അതായത് ഇപ്പോൾ ഓരോ കൺട്രിക്ക് ഓരോ പുറത്തുള്ള എംബസി ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടുത്തെ ഇന്ത്യൻ എംബസിയിൽ അത് വെറ്റ് ചെയ്ത് വരിക. അത് വെറ്റ് ചെയ്തെന്ന് വെച്ചാൽ അവരത് ഡ്യൂലി ഓതറൈസ് ചെയ്തിട്ട് വരുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നുകിൽ നമ്മൾ നോട്ടറൈസ് ചെയ്യുക, വെറ്റ് ചെയ്യുക, എന്നിട്ട് അതിനുശേഷം അത് നോട്ടറൈസേഷനും വെറ്റിങ്ങും കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ വെറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മളത് കൺസേൺഡ് ഓഫീസിൽ, ഏതാണോ നമ്മുടെ രജിസ്റ്റർ ഓഫീസ്, SRO ഓഫീസ് വരുമല്ലോ, നമ്മുടെ രജിസ്റ്റർ ഓഫീസ്. ഓരോരുത്തർക്കും ഓരോന്നുണ്ടാവും. ഇപ്പം കണ്ണൂരിൻ്റെതായി ഉണ്ടാവും, അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ ഉള്ളിലോട്ട് വേറെ ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞാനൊരു കണ്ണൂർക്കാരനായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സോ അതുകൊണ്ട് അവിടെ ആ ഓഫീസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ആ ഡോക്യുമെൻറ്റും കൂടി, അപ്പോൾ നോട്ടറൈസിങ് വേണം, അത് ജനറൽ പവർ ഓഫ് അറ്റോർണി വേണം, അത് നമ്മൾ ആരുടെ പേരിലാണോ ചെയ്യുന്നത് അതും കൂടി നമ്മൾ അതിൻ്റെ കൂടെ അയക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പർച്ചേസർ, അതായത് പർച്ചേസറാണല്ലോ ഇത് അപ്ലൈ ചെയ്യുന്നത്. പർച്ചേസർക്ക് ഒരു ടാൻ നമ്പർ വേണം. ടാൻ നമ്പർ നമ്മൾ ഇൻകം ടാക്സിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ടാൻ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഫോം 13 അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫോം നമ്മൾ 128 നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ടാൻ നമ്പറിന് അപ്ലൈ ചെയ്യുക. ടാൻ നമ്പറും കൂടി നമ്മൾ ഇതിനകത്ത് കോട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ടാൻ നമ്പറിൻ്റെ വരുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, അത് നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ സെയിൽ എഗ്രിമെൻറ്റിൻ്റെ ഒരു കോപ്പി അതിനകത്ത് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മളൊരു അഫിഡവിറ്റ് കൊടുക്കേണ്ടി വരും. അതായത് ഈ പ്രോപ്പർട്ടി നമുക്ക് എങ്ങനെയാണോ അറൈവ് ചെയ്തത്. ഇപ്പം ചിലപ്പോൾ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി ആയിരിക്കും, അതായത് അച്ഛൻ അമ്മ തന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളവർ നമുക്ക് ദാനാധാരമായിട്ട് തന്ന ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ ആ ഇൻഹെറിറ്റൻസ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മളൊരു അഫിഡവിറ്റ്, അതായത് സ്റ്റാമ്പ് പേപ്പറിൽ ഒരു അഫിഡവിറ്റ് ആക്കിയിട്ട് നമ്മൾ അതും കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് വെക്കേണ്ടി വരും. ഈ പ്രോപ്പർട്ടി 2001 മുമ്പിലുള്ള ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ആണെങ്കിൽ, അതായത് അതിന് മുമ്പേ ഈ പ്രോപ്പർട്ടി ഉണ്ട്, ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മളതൊരു വാല്യുവേഷൻ ചെയ്യണം. വാല്യുവേഷൻ രജിസ്റ്റേർഡ് ഇൻകം ടാക്സിൻ്റെ വാല്യൂവർ ഉണ്ടാവും, അവരെ കൊണ്ടൊരു വാല്യുവേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം 2004 മുകളിൽ നമ്മൾ ഈ കോസ്റ്റ് ഓഫ് അക്വിസിഷന് ഒരു വാല്യുവേഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളൊരു രജിസ്റ്റേർഡ് ഇൻകം ടാക്സ് ഓഫീസർ, ഇങ്ങനെ വാല്യൂവറൊക്കെ ഉണ്ട്, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും, അവരെ കൊണ്ട് അത് വാല്യൂ ചെയ്തിട്ട് ആ വാല്യുവേഷൻ്റെ സർട്ടിഫിക്കറ്റും കൂടി നമ്മൾ ഉണ്ടായിരിക്കുക. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞ 3 കൊല്ലത്ത് നമ്മുടെ ITR, നമ്മുടെ റിട്ടേൺസിൻ്റെ കോപ്പി നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇൻകം ടാക്സ് പോർട്ടലിൽ നോക്കുക നമുക്ക് എന്തെങ്കിലും ഡിമാൻഡുകൾ ഉണ്ടോ എന്ന്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഫയൽ ചെയ്താലും എന്തെങ്കിലും അസസ്മെൻറ്റ് സമയത്ത് നമുക്ക് ഡിമാൻഡ് ഉണ്ടാവും, അതിപ്പോൾ അതിനകത്ത് വന്ന് കിടക്കുന്നുണ്ടാവും, നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അത് പിന്നെ അവർ തപാൽ നോട്ടീസ് അയക്കുമ്പോൾ നമുക്കറിയുള്ളൂ, അവരും ചിലപ്പോൾ അയച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നമുക്ക് എന്തെങ്കിലും ഡിമാൻഡ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കി വയ്ക്കുക. ഡിമാൻഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ അടച്ചിട്ട് തീർക്കുക. കാരണം വീണ്ടും അപ്പീലിനൊക്കെ പോവുകയാണെങ്കിൽ അത് വീണ്ടും അത് ഡിമാൻഡ് അവിടെ തന്നെ നിൽക്കും, നമ്മൾ അപ്പീൽ ഡിസ്പ്യൂട്ടിൽ നിൽക്കുന്ന ഒരു കേസാണ്. സോ നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മളെന്താ ഫയൽ എന്ന് വെച്ചാൽ ഒരു നിൽ സർട്ടിഫിക്കറ്റ്, അതായത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഒരു നിൽ ഡിമാൻഡ് ആണെന്ന് പറഞ്ഞിട്ട്, അതായത് നമുക്ക് ഡിമാൻഡൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റും കൂടി ഇതിൻ്റെ അതോടെ അറ്റാച്ച് ചെയ്യണം. കാരണം ഡിമാൻഡ് ഉണ്ടെങ്കിൽ അവർ നമുക്കിത് അപ്രൂവ് ചെയ്ത് തരില്ല. അപ്പോൾ ഡിമാൻഡ് ഇല്ലയെന്ന്, അപ്പോൾ ഡിമാൻഡ് ഇല്ലയെന്ന് ചാർട്ടേഡ് അക്കൗണ്ട് മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പേയ്മെൻ്റ് ഒന്നും ഉണ്ടായിരിക്കരുത്. അപ്പോൾ ആ പേയ്മെൻറ്റ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. ചിലപ്പോൾ അത് ചെറിയ എമൗണ്ട് ആവാം, ഇൻട്രസ്റ്റ് ഒന്നെങ്കിൽ ചെറിയ എമൗണ്ട് ആവാം, ചിലപ്പം ഒരു 3 ഡിജിറ്റ്സ് എമൗണ്ട് ആവാം, ചിലപ്പോൾ അത് 5 ഡിജിറ്റ്സ് ആവാം, അങ്ങനെ മുകളിലോട്ട് വരും നമ്മൾ. സോ അതിനൊരു അപ്പോൾ അത് കഴിയുന്നത് നമ്മൾ കൃത്യമായിട്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻകം ടാക്സ് പോർട്ടലിൽ നോക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടക്കുക, അല്ലെങ്കിൽ അതിനിപ്പം പേര് പോവുക. അപ്പീൽ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് ബാധകമാവില്ല. സോ നമ്മളത് അടച്ച് തീർക്കുക. പിന്നെ നമ്മൾ OCI പേഴ്സൺ, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണെങ്കിൽ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യയുടെ കാർഡ് നമ്മൾ ഇതിലൂടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് എല്ലാ ഇതിനും, അതായത് ഇപ്പം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ജൂറിസ്ഡിക്ഷണൽ സ്റ്റേറ്റിൽ നമുക്കൊരു വാല്യൂ ഉണ്ടാവും, അതായത് ഒരു ഗൈഡ് ലൈൻ വാല്യൂ ഉണ്ടാവും. അത് നമ്മൾ സ്റ്റേറ്റിൻ്റെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൽ നോക്കി അത് കിട്ടും. ആ വാല്യൂ ഇപ്പം ഒരു സ്ഥലത്ത് ഇപ്പം 4 ലക്ഷം എന്ന സ്ഥലത്തിന് വില ഉണ്ടാവും, ഒരു സ്ഥലത്ത് 40,000 ആയിരിക്കും സ്ഥലത്തിൻ്റെ വില, മനസ്സിലായല്ലോ എന്താണ്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, എന്തെങ്കിലും ആ പോർട്ടലിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവം, ഇപ്പം ഇന്ന സർവേ നമ്പർ പ്രകാരം ഇന്ന സ്ഥലത്ത് ഇത്ര വാല്യൂ ആണ് ഉള്ളത് എന്നുള്ളതും കൂടി നമ്മളിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇൻകം ടാക്സ് പോർട്ടലിൽ, അതായത് ട്രേസസിൻ്റെ പോർട്ടലിൽ നമ്മളിത് അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്യുന്ന ഇൻ്റർനാഷണൽ ടാക്സേഷൻ്റെ ഓഫീസർക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് നമ്മൾ പാൻ നമ്പർ, നമ്മുടെ പാൻ്റെ വാർഡ് നമ്മളിപ്പം വേറെ ഏതെങ്കിലും ഓഫീസർക്കാണെങ്കിൽ നമ്മൾ ഇൻ്റർനാഷണൽ ടാക്സേഷൻ ഓഫീസർക്കേക്ക് മാറ്റുന്നതിനായിരിക്കും കുറച്ചും കൂടി സൗകര്യപ്രദമായിട്ട് വരിക. അപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 25 മുതൽ 30 വർക്കിംഗ് ഡേയ്സിനുള്ള ഓഫീസർക്ക് അത് ഓർഡർ അവർ പാസ്സാക്കും. അത് ഒന്നുകിൽ ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിൽ അവർ അറിയിക്കും. അവർ അത് തന്നു കഴിഞ്ഞാൽ നമുക്കിത് 1 കൊല്ലമാണ് നിൽക്കുന്നത്. ആ റേറ്റ് അവർ പർച്ചേസർക്ക് ഒരു ഓർഡർ തരിക, ഈ റേറ്റ് വെച്ച് അല്ലെങ്കിൽ ഈ വിത്ത് ഹോൾഡിംഗ് റേറ്റ് വെച്ച് നിങ്ങൾക്ക് ടാക്സ് കട്ട് ചെയ്യാം എന്ന് പറയും. ആ ടാക്സ് റേറ്റ് നമുക്ക് കട്ട് ചെയ്യാം.
അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് പർച്ചേസർക്ക് വാല്യൂക്ക് അത് കൊടുക്കുകയും ചെയ്യാം. ആ പൈസ അയാൾക്ക് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. ഇതാണ് വരുന്നത്. പിന്നെ 15CB ആ ഫോം നമ്മൾ ഫയൽ ചെയ്യേണ്ടി വരും. അത് വേറൊരു കാര്യം. അപ്പം ഇതാണ് ഞാൻ NRI ടാക്സേഷനിൽ ലോ റിഡക്ഷൻ ഓഫ് ടാക്സിനെ പറ്റി ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ അവതരിപ്പിച്ചത്. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും രൂപരേഖ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ബുദ്ധിമുട്ടോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണിച്ചിരുന്ന എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓഫീസ് അവേഴ്സിൽ കോൺടാക്ട് ചെയ്യുക. കൃത്യമായ അതിൻ്റെ സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ എന്താ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. എൻ്റെ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ കൂടുതൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വൺസ് അഗൈൻ, രതീഷ് സൈനിങ് ഓഫ് ഫ്രം കണ്ണൂർ. താങ്ക് യു.